ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഒത്തിരി പേര് പറയാറുണ്ട്, ഞാൻ ആ വ്യക്തിയെ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു അഗാധമായൊരു ഇഷ്ടം തോന്നി, ആ ഒരു ഇഷ്ടത്തിലൂടെ ഞങ്ങൾ പിന്നെ മുമ്പോട്ട് നീങ്ങി ഒരു റിലേഷൻഷിപ്പായി കല്യാണം കഴിച്ചു എന്നൊക്കെ പറയും. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റിനേക്കാളും കൂടുതൽ നമ്മൾ നോക്കുക അട്രാക്ഷൻ അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നുള്ളതാണ്. കാര്യം ഒരു വ്യക്തിയെ ഒരു പ്രാവശ്യം കാണുമ്പം അങ്ങനെ തോന്നുന്ന ഒരു ഇമോഷൻ അല്ല ലവ് എന്ന് പറയുന്നത്. കാര്യം ലവ് എന്ന് പറയുമ്പം നമ്മൾ ആ വ്യക്തിയോട് സംസാരിക്കുകയും അവരെ മനസ്സിലാക്കുകയും അവർ നമ്മളെ മനസ്സിലാക്കുകയും നമ്മുടെ ഇമോഷൻസ് സേഫായിട്ട് നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ തോന്നുമ്പോഴാണ് ലവ് ഡെവലപ്പായി വരുന്നത്. അപ്പം ഒരു വ്യക്തിയെ കാണുമ്പം നമുക്കൊരു അട്രാക്ഷനാണ് തോന്നുന്നത്, അതല്ലാതെ അവിടെ ലവ് എന്ന് പറയാൻ പറ്റില്ല. ഇൻഫാക്റ്റ് നമ്മൾ കാണുമ്പം നമുക്ക് ആദ്യം അവരോട് തോന്നുന്നത് ഒന്നിൽ അവരുടെ ആ ഫീച്ചേഴ്സിലായിരിക്കാം, കാണാൻ സൗന്ദര്യമുള്ള ഒരാളായിരിക്കാം. അതുമല്ല എങ്കിൽ ചില കാര്യങ്ങൾ എന്നോട് സിമിലറായിട്ട് തോന്നുന്നു എന്ന് എനിക്ക് തോന്നുമായിരിക്കാം. അതോ അല്ലെങ്കിൽ ആ വ്യക്തി ചെയ്യുന്ന ഏതെങ്കിലും കാര്യത്തിൽ എനിക്കൊരു വല്ലാത്തൊരു ഒരു ആരാധന പോലെ തോന്നുന്നുണ്ടാവും. അപ്പം നാച്ചുറലി ആ വ്യക്തിയെ കാണുമ്പോൾ എന്തൊരു അട്രാക്ഷൻ എനിക്ക് ഫീൽ ചെയ്യുവാണ് അവിടെ ചെയ്തത്. പക്ഷേ അതിനെ ഒരിക്കലും നമുക്ക് ലവ് എന്ന് കൺവേർട്ട് ചെയ്യാൻ സാധിക്കില്ല, ലവ് എന്ന് പറയാൻ പോലും സാധിക്കത്തില്ല. അത് ആ വ്യക്തിയോട് കൂടുതൽ സംസാരിച്ച് ഈ വ്യക്തിയുമായിട്ടൊരു റിലേഷൻഷിപ്പ് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഓക്കെ ആണെന്ന് തോന്നുമ്പോൾ ആ പോയിന്റിനാണ്, ആ ഒരു ജേണിക്കാണ് നമ്മൾ ലവ് എന്ന് പറയാം. അപ്പം ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് നടക്കത്തില്ല. യു സീ സംബഡി, അത് കഴിഞ്ഞ് അട്രാക്റ്റഡ് ആകുന്നു, ഇവൻച്വലി ആ വ്യക്തിയെ സ്നേഹിക്കാൻ സാധിക്കും എന്നറിയുമ്പോൾ അതാണ് അതിൻ്റെ റൈറ്റ് മൂവ്.